മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനായി. സിനിമയുടെ ഇതുവരെ വന്ന എല്ലാ അപ്ഡേറ്റുകളും ആരാധകർ വലിയ ആവേശത്തോടെ തന്നെയാണ് സ്വീകരിച്ചത്. അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചില്ലാൻ ഒരാളെ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സിനിമയെക്കുറിച്ച് ഒരു അപ്ഡേറ്റും പുറത്തു വരുന്നില്ല. സിനിമയുടെ റിലീസ് മാറ്റിവെച്ചെന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല തിയറികളാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. ആശീർവാദ് സിനിമാസും തമിഴിലെ മുൻനിര നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ലൈക്ക കൂടി സിനിമയുടെ നിർമ്മാണ പങ്കാളിയായതിൽ ആരാധകരെയും സിനിമാ ലോകത്തെയും വലിയ ആവേശത്തിലാക്കിയിരുന്നു. ബജറ്റിന്റെ കാര്യത്തിൽ മലയാള സിനിമ നേരിടുന്ന കൺസ്ട്രെയിൻസ് എമ്പുരാന്റെ കാര്യത്തിൽ ഉണ്ടാകില്ലെന്നും ചിത്രം വമ്പൻ സ്കെയിലിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഒരുങ്ങുമല്ലോ എന്നുമായിരുന്നു അന്ന് ആരാധകരിൽ പലരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ലൈക്കയുമായുള്ള ഈ കൂട്ടുകെട്ടാണ് ചിത്രത്തെ പ്രതിസന്ധിയിലാക്കിയതെന്നാണ് ചില ട്രാക്കേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. എമ്പുരാന്റെ കേരള വിതരണ അവകാശം ആശീർവാദ് സിനിമാസിനാണ്. എന്നാൽ സിനിമയുടെ ഓവർസീസ് റൈറ്റ് ലൈക്കയുടെ പക്കലാണ്. ലൈക്ക പ്രൊഡക്ഷൻസിന്റേതായി മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഈ സിനിമയുടെ നഷ്ടം നികത്താതെ ലൈക്കയുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ തിയേറ്ററുകൾ തയ്യാറാകുന്നില്ലെന്നതാണ് ഒരു തിയറി. ഇത് കാരണമാണ് എമ്പുരാന്റെ റിലീസ് ഇപ്പോൾ അനിശ്ചിതത്വം നേരിടുന്നതെന്നാണ് പലരും കണക്കുകൂട്ടുന്നത്. അതിനൊപ്പം ആശീർവാദ് സംബന്ധിച്ച സിനിമയുടെ OTT, ഓവർസീസ്, മറ്റു ഭാഷകളിലെ ഡിസ്ട്രിബ്യൂഷൻ തുകകളോട് ലൈക്കയ്ക്ക് യോജിക്കാനാകുന്നില്ലെന്നതും അതുകൊണ്ടാണ് സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തുവിടാത്തത് എന്നതുമാണ് മറ്റൊരു തിയറി. OTTയിൽ നിന്ന് സിനിമയ്ക്ക് 70 കോടി ഓഫർ കിട്ടി. എന്നാൽ ലൈക്ക പ്രൊഡക്ഷൻസ് 90 കോടി വേണം എന്ന് ആവശ്യപ്പെടുകയും ഇതുമൂലം റിലീസ് വൈകുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ ലൈക്കയുടെ പേരിലല്ലാതെ പടം റിലീസ് ചെയ്താൽ ലാഭവിഹിതം അവർക്ക് കൊടുക്കാമെന്നാണ് ആശീർവാദ് പറയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം സിനിമയുടെ വിതരണത്തിനായി ഹോംബാലയായും ധർമ്മ പ്രൊഡക്ഷൻസായും ആശീർവാദ് ചർച്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്നാൽ ഇതൊക്കെ പ്രൊമോഷൻ തന്ത്രങ്ങളാണെന്നും സിനിമ സജീവമായി ചർച്ചയിൽ നിൽക്കാൻ വേണ്ടിയാണെന്നും മറ്റു പലരും പറയുന്നു. എന്തായാലും പ്രശ്നങ്ങളെല്ലാം വേഗം പരിഹരിച്ച് ചിത്രം 27-ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ. ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ എത്തുമെന്നും റിലീസ് പറഞ്ഞ തീയതിയിൽ തന്നെ നടക്കുമെന്നുമാണ് ഏറ്റവും ഒടുവിലായി ചില ട്രാക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത 15 ദിവസം മലയാള സിനിമ ഇതുവരെ കാണാത്ത പ്രൊമോഷൻ ആയിരിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുണ്ട്. ബുക്ക് മൈ ഷോയിൽ എമ്പുരാൻ സിനിമയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ചവരുടെ എണ്ണം 1 ലക്ഷത്തിലേറെയാണ്. മാർച്ച് 11 വരെയുള്ള കണക്ക് പ്രകാരം സിനിമയ്ക്കായി ഇതുവരെ 105.3K ആളുകളാണ് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം എമ്പുരാന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കൾ. ആശീർവാദ് ഹോളിവുഡിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സമീപ വർഷങ്ങളിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഹൈപ്പോടെയാണ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത്. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സ്വീക്കലുമാണെന്നാണ് ടീസറും ക്യാരക്ടർ പോസ്റ്ററുകളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ വാക്കുകളും സൂചിപ്പിക്കുന്നത്. പൃഥ്വിരാജും മുരളി ഗോപിയും മോഹൻലാലും ചേർന്നൊരുക്കുന്ന വിസ്മയം കാണാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. മികച്ച അഭിപ്രായം നേടിയാൽ ലൂസിഫറിന്റെ ഇരട്ടിയാകും എമ്പുരാൻ തിയേറ്ററുകളിലും ബോക്സ് ഓഫീസിലും സൃഷ്ടിക്കുന്ന ഓളവും റെക്കോർഡുകളും. മലയാള സിനിമയുടെ വർദ്ധിക്കുന്ന സ്വീകാര്യതയും മാർക്കറ്റും ചിത്രത്തിലെ മറ്റ് ഭാഷ അഭിനേതാക്കളുടെ സാന്നിധ്യവും എല്ലാം ചേർന്ന് എമ്പുരാന് ബോക്സ് ഓഫീസിലും സിനിമാ ബിസിനസ്സിലും തുറന്നു കിട്ടുന്ന സാധ്യതകൾ ഏറെയാണ്. ഇത്തരത്തിൽ ഇൻഡസ്ട്രിയിൽ വലിയ ചലനമുണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചിത്രം നിലവിലെ പ്രതിസന്ധികളെല്ലാം മറികടന്ന് തിയേറ്ററുകളിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു.